ചേട്ടൻ്റെ വണ്ടിയിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. അവിടെ ചെന്ന് 100 രൂപയ്ക്ക് ടിക്കറ്റ് കൊടുത്ത് ജനറൽ ക്ലാസ്സിൽ നേരെ നമ്മൾ കൊച്ചിക്കാണ് പോയത്. അപ്പോൾ കൊച്ചിയിലെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടേച്ചുമ്പോ ഒരു അടിപൊളി ബോട്ട് യാത്ര കഴിഞ്ഞ് നേരെ പോകുന്ന മട്ടാഞ്ചേരി പാലസിലോട്ടാണ്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കവാടത്തിനുള്ളിൽ കൂടെയാണ് പാലസിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. അകത്ത് കയറിയ പാടെ കൊട്ടാരം കാണാൻ വന്ന കുറേയധികം ഫോറിനേഴ്സും അതുപോലെ തന്നെ കുറേ ആൾക്കാരെ നമുക്ക് അവിടെ കാണാം. എന്ത് ഭംഗിയാണ് ആ കൊട്ടാരം കാണാനായിട്ട്. കണ്ടപ്പോൾ തന്നെ ഉടനെ അകത്ത് കയറാൻ തോന്നി. തൊട്ട് സൈഡിൽ കൂടെ നടന്നാൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. അതിനടുത്ത് തന്നെയാണ് പഴയന്നൂർ ദേവി ക്ഷേത്രവും. അങ്ങനെ ആ ചരിത്ര പ്രസിദ്ധമായ ആ കൊട്ടാരത്തിലേക്ക് ഞാൻ കയറി. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് ആവുന്ന 5 രൂപയാണ്. സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ കുത്തിവെച്ചിരിക്കുന്ന മേൽക്കൂര കാണാം. അത് നോക്കി ഞാൻ കുറച്ചു നേരം നിന്നു. അതിൻ്റെ താഴെ കുറേ പല്ലക്ക് വെച്ചിരിക്കുന്നതും കാണാം. രാജകുടുംബം ഉപയോഗിച്ചിരുന്ന മിക്ക വസ്തുക്കളും നമുക്ക് ഉള്ളിൽ കാണാവുന്നതാണ്. രാജാവ് ഉപയോഗിച്ചിരുന്ന ഉടവാളുകൾ. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ രാജാവ് ഉപയോഗിച്ചിരുന്ന ഷർവാണിയാണ്. വെള്ളി നൂല് കൊണ്ടുള്ള വിപുലമായ ചിത്രപ്പണികളാണ് ഈ വസ്ത്രത്തിന് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിലപിടിപ്പുള്ള കല്ലുകളും അതിൽ കാണാം. തൊട്ടുപുറകിൽ തന്നെ റാണിയുടെ വസ്ത്രവും കാണാം. പല്ലക്കുകളാണ് ഈ കൊട്ടാരത്തിൽ അധികവും ഉള്ളത്. വരുന്ന വഴിക്ക് തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് ചാമ്പർ കാണാം. പക്ഷെ നമുക്ക് അതിലോട്ട് പ്രവേശനമില്ല. അതിൻ്റെ അടുത്താണ് രാജാവിന് വിശ്രമിക്കാനുള്ള ഊഞ്ഞാലുള്ളത്. അവിടെ കുറേ തൊപ്പികളും നമുക്ക് കാണാം. അതിൻ്റെ അടുത്ത് നല്ലൊരു വ്യൂ പോയിന്റും ഉണ്ട്. എല്ലാം കണ്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. എന്തായാലും പഠിച്ച പുസ്തകങ്ങളിലെ കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഒരു അനുഭവം അത് വേറെ തന്നെയാണ്. കൊട്ടാരത്തിന് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് തെരുവുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അവിടെ കച്ചവടത്തിനായി വെച്ചേക്കുന്ന സാധനങ്ങൾ കണ്ട് മുൻപോട്ട് നടന്നപ്പോഴാണ് മുൻപിൽ ഒരു കായൽ ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ പിന്നെ പോയി കുറച്ച് കാഴ്ചകളും കണ്ട് പിന്നെ വിശ്രമിക്കാൻ വേണ്ടി ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു. അവിടെ വിശ്രമിച്ചിട്ട് നേരെ പോയത് ജൂ ടൗണിലേക്കാണ്. പോർച്ചുഗീസുകാരെ പോലെ തന്നെ കച്ചവടത്തിനായി വന്നവരാണ് ജ്യോതിഷുകാരും. അവരുടെ ഓർമ്മ സ്ഥലവും കൂടെയാണ് ഈ ടൗൺ. അവിടുത്തെ കുറച്ച് കലാകാരന്മാരുടെ സൃഷ്ടിയിൽ നിന്ന് പുറപ്പെട്ട ചിത്രങ്ങൾ, പിന്നെ പോകുന്ന വഴിക്ക് വലിയൊരു ഉരുളിയും അതിൻ്റെ പുറകിൽ ഗണപതിയും കണ്ട് അങ്ങനെ നടന്നു. ഡച്ച് പാലസും അതുപോലെ തന്നെ ജ്യൂഡിഷ് തെരുവും കണ്ടിട്ട് ഇപ്പോൾ നേരെ പോകുന്നത് കലൂർക്കാണ്. അവിടെ ഇന്ന് കിടിലൊരു സംഭവം നടക്കുന്നുണ്ട്. 12,000 ഡാൻസേഴ്സ് ഒരുമിച്ച് ഭരതനാട്യം കളിക്കുന്നുണ്ട് ആ സ്റ്റേഡിയത്തിൽ. അപ്പോൾ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് കാണാം. ഒരു ബസ്സിൽ കയറി നേരെ കലൂർ സ്റ്റേഡിയത്തിലേക്ക് ഇട്ട് ചെന്നപാടെ ഭയങ്കര തിരക്കാണ്. പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും അതിൻ്റേതായ പ്രിപ്പറേഷൻസിലുമാണ്. ആ പരിപാടി ഇങ്ങനെ നോക്കിക്കാണാൻ വേണ്ടി കാത്തിരിക്കുവാണ് എല്ലാവരും, അവരുടെ പാരൻസും എല്ലാം തന്നെ. പരിപാടി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പരിപാടിയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ മെട്രോപോഡ് എന്ന് പറയുന്ന ഒരു ഡോർമിറ്ററിയിലാണ് സ്റ്റേജ്. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് രാവിലെ നേരെ എറണാകുളം ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു. അവിടെ നിന്ന് മൂന്നാർക്കുള്ള ബസ്സും കയറി അവിടെ നിന്ന് യാത്രയായി. ഇനി അടുത്ത വീഡിയോയിൽ മൂന്നാർ വിശേഷങ്ങളുമായി കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.